കഴിഞ്ഞ ദിവസം തലസ്ഥാനം കണ്ടത് ഏകദേശം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സ്റ്റൈലുള്ള കുറച്ച് ആക്ഷൻ സീൻസ് ആയിരുന്നു അല്ലേ. ഒരു അഴിമതി കേസിൽ ഇ വന്ന് മുൻ മുഖ്യമന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു. ഇതായിരുന്നു സംഭവം. അഴിമതി നടന്നോ ഇല്ലയോ എന്നുള്ളത് ഈ അന്വേഷണത്തിന് ശേഷം കോടതിയിലെത്തുമ്പോൾ കോടതിയിലാണ് കോടതി തീരുമാനിക്കുന്നത് അഴിമതി നടന്നോ ഇല്ലയോ എന്ന് അല്ലേ. പക്ഷേ റെയ്ഡ് കഴിഞ്ഞപ്പോൾ എന്താണ് നടന്നത്? തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് ഡിയുടെ വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതേ അവർക്ക് ഓർമ്മയുള്ളൂ. എന്തൊക്കെയോ നടന്നു. കുറേ പാർട്ടി ഗുണ്ടകൾ വന്നിട്ട് ആ വാഹനങ്ങളെല്ലാം തല്ലി തകർത്തു. കേരള പോലീസ് സത്യത്തിൽ അവിടെ നോക്കുകുത്തികളെ പോലെ നിൽക്കേണ്ടി വന്നു. അവർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അവർക്ക് എന്ത് ചെയ്യണം തന്നെ അറിയുന്നില്ല. ഈ വാഹനങ്ങൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിലിരിക്കുന്നവരുടെ ആയുസ് ഉള്ളതുകൊണ്ട് അവർ അവിടെ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ പോലീസ് അവിടെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം എന്താ, അവർ വളരെ എണ്ണം കുറവായിരുന്നു. അവർ പ്ലാൻഡ് ആയിരുന്നില്ല, അവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല. നമുക്കൊരർത്ഥം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമാണ്. കാരണം ഈ പാർട്ടി ഗുണ്ടകളും ഈ പാർട്ടിക്കാരും ഇങ്ങനെ പെരുമാറുള്ളൂ. കേരളത്തിൽ അവർ ഇങ്ങനെ പെരുമാറിയിട്ടുള്ളൂ ഇതുവരെയും. അവരുടെ ഒരു നേതാവിൻ്റെ അവിടെ ഒരു റെയ്ഡ് വന്നതിന് അവരിങ്ങനെയൊക്കെ തന്നെ അവർക്ക് പെരുമാറാൻ അറിയൂ. കാരണം അവർ അങ്ങനെയാണ് അവരെ പാർട്ടി പഠിപ്പിച്ചേക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഡി വാഹനങ്ങൾ തല്ലി തകർത്തവർ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഡി ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചവർ ഓടിപ്പോയി കയറിയത് എവിടെയാണ്? പാർട്ടി ഓഫീസിൽ. അല്ലാതെ ഇവിടെ കയറാനാണ്. കാരണം അവർ പറഞ്ഞിട്ടാണല്ലോ, ഈ പാർട്ടിക്കാർ പറഞ്ഞിട്ടാണല്ലോ ഈ പാർട്ടി ഗുണ്ടകൾ ഈ പണി ചെയ്തത്. അവരവിടെ തന്നെ കയറി പൊളിക്കാൻ നിന്നു. പോലീസുകാർ പിന്നെ എന്താണ് ചെയ്തത്? പോലീസുകാർ കുറച്ച് എണ്ണം പിന്നെ കൂടി പെട്ടെന്ന് നടന്നോ കുറേ പേര് ഓടി വന്നു പോലീസുകാരായിട്ട്. അവർ ഈ പാർട്ടി ഓഫീസ് അങ്ങോട്ട് വളഞ്ഞു. അതായത് പാർട്ടി ഓഫീസ് വളഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ വടിയും പിടിച്ചവർ ഏകദേശം എനിക്ക് തോന്നുന്നത് 2 മണി മുതലാണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അവർ ഇറക്കി വിടും എന്നുള്ള ലെവലിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം, 2 IPS ഓഫീസർ നിന്നിട്ട് പാർട്ടി നേതാക്കന്മാരോട് അപേക്ഷിക്കുകയാണ്, ഒന്ന് ഇറക്കി വിടറോ, അവന്മാർ ഒന്ന് ഇറക്കി വിടറോ എന്ന്. അവർ പറഞ്ഞു, എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് ഇവിടെ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അവരോട് ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഞങ്ങളും പോയില്ല എന്നുള്ള ലെവലിൽ പോലീസുകാരവിടെ നിന്നു. എത്ര മണിക്കൂർ? 2-3 മണിക്കൂർ അവരവിടെ നിൽക്കുക. ഒരു കാര്യമില്ല. ഇവർ കേരള പോലീസ് തന്നെയാണോ? സത്യത്തിൽ ഒരു സംശയ സമയത്ത് തോന്നി. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു കേരള പോലീസിന് തോന്നുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഹോം മിനിസ്റ്റർ കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനും അവരുടെ പാർട്ടിക്കാരാണെന്ന്. കോൺഗ്രസ് ഭരണത്തിൽ കയറിയതും VD സതീശൻ മുഖ്യമന്ത്രി ആയതും രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ എന്നുള്ള കാര്യം ഇവർക്ക് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഇവരെന്തിനാണ് ഇപ്പോഴും ഈ പാർട്ടിക്കാരെ പേടിക്കുന്നത്? ഈ വാഹനം തല്ലിപ്പൊളിച്ച ഈ ഗുണ്ടകൾക്ക് അറിയൂ എന്തിനാണ് ഇ അവിടെ റെയ്ഡ് ചെയ്തേക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നേക്കുന്നത്? ഒന്നും അറിയില്ല. അവർക്ക് കുറേ പാർട്ടി നേതാക്കന്മാർ എന്തൊക്കെയോ പറഞ്ഞു. അതനുസരിച്ച് അവരിപ്പോൾ അവിടെ പോയി പാർട്ടിക്കാരുടെ ഉപദേശം കിട്ടും, അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും. തല്ലിപ്പൊളിച്ചോളാം. അവർ തല്ലിപ്പൊളിച്ചു. ഇത്രയും അവിടെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇവർക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാനുള്ള ബേസിക് കോമൺ സെൻസ് ഉണ്ടാവില്ല അവന്മാർക്ക്. ഉണ്ടെങ്കിൽ അവന്മാർ പണിക്ക് പോയില്ലല്ലോ. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ റോട്ടിൽ കൂടെ നമ്മുടെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഒരു KSRTC വണ്ടി വന്ന് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ KSRTC ഡ്രൈവറോട് നമ്മളൊന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ നമ്മളെ വീട്ടിൽ വന്നിട്ട് എടുത്തിട്ട് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് കൊണ്ട് ജയിലിടും. അങ്ങനെയുള്ളപ്പോഴാണ് ED പോലുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയെ കൊല്ലാൻ ശ്രമിച്ച് അവരുടെ വാഹനങ്ങൾ തല്ലി തകർത്ത് അവന്മാർ സുഖമായിട്ട് അവരുടെ പാർട്ടി ഓഫീസിൽ വിളിച്ചിരിക്കും. അവിടെ ഇരിക്കണം അവന്മാർ. എന്നിട്ട് നമ്മുടെ കേരള പോലീസ് അതിൻ്റെ പുറത്ത് കാവൽ നിൽക്കുക. അതായത് നേതാക്കന്മാരുടെ സമ്മതത്തോടു കൂടി, അതായത് ഈ പാർട്ടിക്കാരുടെ സമ്മതത്തോട് കൂടിയിട്ട് ഈ പാർട്ടി കൊണ്ടാണ് ഇവിടെ നിന്ന് ഇറക്കി തന്നാൽ ഞങ്ങൾ വേണം കൊണ്ട് അറസ്റ്റ് ചെയ്യാം. ഇതാണ് അവരുടെ കണ്ടീഷൻ. അല്ലാതെ ഇവർക്ക് അതിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഇവർക്കില്ല. ഞങ്ങൾക്ക് അതറിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാർട്ടി ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങിയിട്ട് ഈ ഒരു നിമിഷം വരെയും അവർ പഠിച്ചിട്ടില്ല. സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ എങ്ങനെ പ്രതിഷേധം നടത്തണമെന്നും എങ്ങനെ ഒരു രാഷ്ട്രീയം ചെയ്യണമെന്നും ഇവർക്കറിയില്ല. ഇവർക്ക് ആകെ അറിയുന്നത് അക്രമ രാഷ്ട്രീയം തന്നെയാണ്. എല്ലാ സമയത്തും ഇവർ ചെയ്തിരുന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നതും ഇനി തുടരാൻ പോകുന്നതും ഇത് തന്നെയാണ്. അവിടെ കഴിഞ്ഞ ദിവസം റെയ്ഡിന് വന്ന ED ഒഫീഷ്യൽസ്, അതായത് അവർ പബ്ലിക് സർവൻസ് ആണ്, അല്ലാതെ അവരവരുടെ പേഴ്സണൽ റിവഞ്ച് തീർക്കാൻ വന്നതല്ല. അവിടെ വന്ന ഉദ്യോഗസ്ഥർക്ക് ആർക്കും പിണറായി വിജയനോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തീർക്കാൻ വേണ്ടി അവരവിടെ റെയ്ഡിന് വന്നതുമല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അവർ റെയ്ഡിന് വന്നത്. ഈ ഒരു പാർട്ടി എന്തുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും നാമാവശേഷമായത്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അക്രമ രാഷ്ട്രീയം മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഈ അക്രമ രാഷ്ട്രീയം ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമില്ല. നിങ്ങൾ തന്നെ പറയുന്നില്ലേ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, ഇത് കേന്ദ്ര സർക്കാർ BJP കൂടി ഗൂഢാലോചന നടത്തിയിരിക്കുന്ന കേസാണെന്നൊക്കെ. ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നേരിടും, നിയമപരമായിട്ട് നേരിടും. എന്നാൽ അങ്ങനെ നേരിടും, നിയമപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ട് നേരിടും. അല്ലാതെ കയ്യൂക്കൊണ്ടല്ല ഇവിടെ നേരിടേണ്ടത്. നിങ്ങളുടെ ഈ മോബ് കൾച്ചർ, അല്ലെങ്കിൽ എന്താ പറയുക, വയലന്റ് അട്രോസിറ്റി അല്ല ഇതിൻ്റെ ആൻസേഴ്സ്. നിങ്ങൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ പറയാൻ നിങ്ങൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്യും. അധികം വൈകാതെ തന്നെ ഈ ഒരു പാർട്ടി കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായിക്കോളും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ ആക്രമണം കാണിച്ച രാഷ്ട്രീയ ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷവും ഇപ്പോഴും വരെ ഇവരുടെ പാർട്ടി നേതാക്കന്മാർ ഈ ഒരു ക്രൈമിനെ ന്യായീകരിക്കുകയാണ്. എന്താ അല്ലേ? കേരള പോലീസിൻ്റെ ഈ ഒരു സന്ദർഭത്തിലെ പെരുമാറ്റം കാണുമ്പോൾ കുറച്ചു കാലം മുമ്പത്തെ കേരള പോലീസിന് ഓർമ്മ വരും. എടാ മോനെ, കുട്ടാ, വാടാ, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യട്ടാ എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവുമല്ലോ എല്ലാവർക്കും ആ ഒരു സമര കാലഘട്ടവും പോലീസിൻ്റെ അവരോടുള്ള പെരുമാറ്റവും. ആ ഒരു കാലഘട്ടം തന്നെയാണെന്നാണ് ഇപ്പോഴും പല പോലീസുകാരും വിചാരം. സർക്കാരും മാറി, മുഖ്യമന്ത്രി മാറി, ആഭ്യന്തരമന്ത്രി മാറി, പക്ഷേ കേരളത്തിലെ പോലീസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇതുവരെ നടക്കില്ല എന്ന് തോന്നുന്നത്. ഇതുപോലെ തന്നെയാണ് കേരള പോലീസ് ഇനിയും സഹകരിക്കുന്നതെങ്കിൽ അടുത്ത തവണ EDയോ അല്ലെങ്കിൽ CBIയോ എല്ലാം റെയ്ഡിന് വരുമ്പോൾ മാർവൽ അവഞ്ചേഴ്സിനെയും കൊണ്ടുവേണ്ട വരും സപ്പോർട്ടിനായിട്ട്. അല്ലാതെ കേരള പോലീസിനെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല.